56 ഇൻഫൻട്രി ബ്രിഗേഡ്. അപ്പോൾ 56 ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഏറ്റവും ആദ്യം തന്നെ ലോഞ്ച് ചെയ്ത ബറ്റാലിയൻ 2 രാജ്റഫ് ആയിരുന്നു. കേണൽ രവീന്ദ്രനാഥായിരുന്നു അതിൻ്റെ സിഒ. അപ്പോൾ അതിൻ്റെ പിന്നിലാണ് 5140 എന്ന് പറയുന്ന ആ ഫീച്ചർ. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് 18 ഗഡ്വാൾ റൈഫിൾസിനാണ് അതിന് എസ് കെ ചക്രവർത്തി എന്ന കേണൽ എസ് കെ ചക്രവർത്തി ഇവരെല്ലാവരും നമ്മൾ അറിയും, എല്ലാവരും ഒരു റാങ്കാണല്ലോ, എല്ലാവരും അറിയും. അപ്പോൾ ഇവരെന്താ ചെയ്യണത്, ഏതാ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട്. അപ്പോൾ ടോളറിംഗ് ഫീച്ചറിൻ്റെ മീതലത്തെ ആദ്യത്തെ അറ്റാക്ക്. ഈ അറ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100 ഗണ്ണിൽ കൂടുതൽ ഒരുമിച്ച് 100 ആർട്ടിലറി ഗൺസ് ഒരുമിച്ചിട്ട് ഈ ഫീച്ചറിൻ്റെ മീതെ നമ്മൾ ഫയർ ചെയ്യുന്നത്. അതുകൂടാതെ 8 ബോഫേഴ്സ് ഗൺസ് ഡയറക്റ്റ് ഫയറിങ്, പിന്നെ ഒരു 75-24 ഞങ്ങളുടെ ഗണ്ണ് കൊണ്ടുപോയിട്ട് വേറെ സാൻഡോടോപ്പ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അവിടുന്ന് ഡയറക്റ്റ് ഫയറിങ്. അപ്പോൾ ബോഫേഴ്സ് ബേസിക്കലി ഒരു ഏരിയ വെപ്പനാണ്. ബോഫേഴ്സിനെ പറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും ഈ ഗൺസ് കൊണ്ടുപോയിട്ട് ഇത്രയധികം 100-ലധികം ഗൺസ് ഇതിൻ്റെ മീതെ പോയിട്ട്, അതും ഈ BM-21 പോയിട്ട് ശരവർഷമാണ് ഇതിൻ്റെ മീതെ. അപ്പോൾ അതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു അറ്റാക്ക്. അതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒന്നുമല്ല. ആക്ച്വലി ഒരു 4 ബോഫേഴ്സിൻ്റെ റൗണ്ട് വേണമല്ലോ തൃശ്ശൂർ പൂരമായി. അപ്പോൾ ഈ ടോളിംഗ് ഫീച്ചർ ഉണ്ടല്ലോ, അജത്ത് ഇങ്ങനെ കിടന്നിട്ട് ഇളകുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ 12-ാം തീയതിയുള്ള ഈ കോർഡിനേറ്റഡ് അറ്റാക്ക്, രാജ് റൈഫിളിൻ്റെ അറ്റാക്ക് വാസ് സക്സസ്ഫുൾ. 13-ാം തീയതി നമ്മൾ ടോളിംഗ് ഫീച്ചർ പിടിച്ചെടുത്തു. അതാണ് കാർഗിൽ യുദ്ധത്തിലെ നമ്മളുടെ ഫസ്റ്റ് വിക്ടറി. ഇത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ശ്വാസം വീഴുന്നത്. ഇനി അപ്പോഴാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു വിശ്വാസം വരുന്നത്. കാർഗിലിലെ യുദ്ധമലകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അതുവരെ നമുക്ക് ആർക്കും രാജ്യം ഉറ്റു നോക്കുകയാണ്. അപ്പോൾ പലരും ഞങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട്, നമുക്ക് പരിചയമുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്.